അപ്പോൾ ഞാൻ പർപ്പിളിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു, ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് എനിക്ക് ഫ്രീ കിട്ടിയെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ആക്ച്വലി ഈ പ്രോഡക്റ്റ്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലുക്കിൽ അത് നല്ലതായിരുന്നു എന്നുണ്ടെങ്കിലും ചിലപ്പോൾ യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ലതായി തോന്നണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു 1 വീക്ക് അത് യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ വീഡിയോ ആണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പം ഞാൻ പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം കാണിച്ചു തരാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പിൽഗ്രിമിൻ്റെ ഒരു സെറമാണ് കേട്ടോ. ഒരു ഫേഷ്യൽ സെറമാണ് പിൽഗ്രിമിൻ്റെ. ഹൈലറോണിക് ആസിഡ് വരുന്ന ഒരു സെറമാണ്. അത് നമുക്ക് ശരിക്കും ഭയങ്കര ഹൈഡ്രേഷൻ തരുന്നതാണ് പറയുന്നത്. ഒന്നാമത്തത് എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ടൈപ്പാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്കിത് യൂസ് ചെയ്തപ്പോൾ തോന്നിയിരുന്നു. പിന്നെ ഇത് നമ്മുടെ സാധാരണ പോലെയുള്ള കുറച്ച് തിക്കായിട്ടുള്ള ഒരു സെറമാണ് കേട്ടോ. കിവി വാട്ടർമെലൺ കണ്ടന്റ് ഒക്കെ ഉള്ള ഒരു സെറമാണ്. നല്ല ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു സെറമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. തിക്കായിട്ടുള്ള ഒരു സെറമാണ്. അത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും കേട്ടോ. നല്ല ഹൈഡ്രേഷൻ തരുന്നത്. എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു 30 സെക്കൻഡ്സ് വെക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ ഒരു ജെൽ ബേസ്ഡ് പോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത് കേട്ടോ. ഞാൻ നൈറ്റാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. നൈറ്റാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൽഗ്രിമിൻ്റെ തന്നെ ഒരു 24K ഗോൾഡ് ജെൽ മോയ്സ്ചറൈസർ എന്ന് പറയുന്ന സംഭവമാണ്. ഇത് ഞാൻ കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് വാങ്ങിയതാണ്. 24K ഗോൾഡ് മോയ്സ്ചറൈസർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നി വാങ്ങിയത്. ഒരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസറാണ്. ഇതും ഇപ്പോൾ 1 വീക്കായിട്ട് യൂസ് ചെയ്യുന്നു. സത്യം പറഞ്ഞത് നല്ല ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ്. ശരിക്കും നമുക്ക് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക്, മുഖത്ത് കുരു വരുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറം ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ആപ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഈ ഒരു സംഭവം കാണിച്ചത്. അപ്പം ഞാൻ കുറച്ച് ദിവസമായില്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. പിന്നെ ഇത് ചില്ലിൻ്റെ കുപ്പിയാണ് കേട്ടോ. ഇതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതിലും നമ്മുടെ ഗ്ലിറ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവം ഉണ്ട് കണ്ടോ. ജെൽ ബേസ്ഡ് സാധനമാണ്. ജെൽ മോയ്സ്ചറൈസറാണ്. ജെൽ മോയ്സ്ചറൈസറാണ്. ഇത് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുക ഫേസിൽ. എനിക്കിത് നല്ല മോയ്സ്ചറൈസിങ് ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ എല്ലാവരും നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വാങ്ങിക്കണം. എനിക്ക് നല്ലതായിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് നല്ലതാവണം എന്നില്ല. അപ്പോൾ നോക്കിയിട്ട് വേണം ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ. പിന്നെ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ബാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. സത്യമായിട്ടും നല്ലൊരു ഒരു അടിപൊളി മോയ്സ്ചറൈസിങ് ഫീലാണ് നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. എനിക്കിത് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എനിക്കിപ്പം ഫേസ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അസ്വസ്ഥതയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടിയ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ നല്ലൊരു സംഭവമാണ്. പിന്നെ അടുത്ത എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗുഡ് ബൈറ്റ്സിൻ്റെ ഒരു സെറമാണ്. ഇത് വൈറ്റമിൻ സി സെറമാണ്. ഇത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയുടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പം ഇത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ജോലിക്ക് പോകുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പകൽ ഇപ്പം കുറച്ച് റഷായിട്ട് അത് പൊടിയൊക്കെ അടിച്ചിട്ട് വരികയാണല്ലോ. അപ്പോൾ നൈറ്റ് ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു സ്കിൻ കെയർ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. വൈറ്റമിൻ സിയുടെ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഇത്. ഞാൻ ഇപ്പോൾ ഒരു 2-3 പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഓൾറെഡി ഇപ്പോൾ സെറം മറ്റേ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൾസിൻ്റെ ഒരു ലിപ് ലൈനറാണ്. ഈ ലിപ് ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂഡ് ഷെയ്ഡുള്ള ലിപ് ലൈനറാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല, ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഷെയ്ഡാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഈ ഒരു സംഭവം ഞാൻ ഔട്ട്ലൈൻ മാത്രമല്ലാതെ ലിപ്പ് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് കൊടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല അടിപൊളി ഷെയ്ഡായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് ചുണ്ട് ഫുള്ള് ഞാനിത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടും എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് ചുണ്ടിൽ ഫുള്ള് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കളർ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കാണിച്ചു തരാം.
ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ലിപ് ലൈനർ, ആ ലിപ് ലൈനർ ഞാൻ ചുണ്ടിൽ ഫുള്ള് ഫിൽ ചെയ്തിട്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. ഈ ഒരു ഷെയ്ഡ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനി നമുക്ക് കാണിക്കാനുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് മാൾസിൻ്റെ ഒരു ലിപ്സ്റ്റിക് കോംബോയാണ് കേട്ടോ. മാൾസിൻ്റെ റെഡ്സ് ആൻഡ് മെറൂൺസ് എന്ന് പറയുന്ന ഒരു കോംബോയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ 3 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് അതിൽ വരുന്നത്. ഓരോ ഷെയ്ഡ്സും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ആദ്യത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് റെഡ് കളറാണ്. ഇത് നല്ല ബ്രൈറ്റ് റെഡാണ് കേട്ടോ. പിന്നെ ഒരു ഒറ്റ തവണയൊക്കെ അപ്ലൈ ചെയ്താൽ മതിയാവും. നല്ല ഇതാണ് കളർ വരുന്നത്. നല്ല റെഡ് കളറാണ്. ഇത് നല്ല പിഗ്മെൻറ്റേഷനുള്ള ലിപ്സ്റ്റിക്കാണ്. പിന്നെ വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് അപ്ലൈ ചെയ്തിട്ട് ഈവനിങ് തിരിച്ചു വരുമ്പോഴും ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉണ്ട്. കുറച്ചൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ പോകുന്നുണ്ടെങ്കിലും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇത് സ്പ്രെഡ് ആവില്ല, ട്രാൻസ്ഫർ പ്രൂഫാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഇനി ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് മെറൂൺ ടൈപ്പാണ് കേട്ടോ. കാണിച്ചു തരാം. ഇത് 3 നമ്മളുടെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത്. പിന്നെ ഹൈലി പിഗ്മെൻറ്റഡ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്. എന്നിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഇത് നമുക്കൊരു 300 ആൻഡ് സംതിങ് ഒക്കെയാണ് റേറ്റ് വരുന്നുള്ളൂ. ഞാൻ പർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ന്യൂഡ് ഷെയ്ഡ്സ് ഉള്ളതും ബ്രൗൺ കളേഴ്സിൻ്റെ കോംബോയും അതുപോലെ തന്നെ പിങ്ക് കളറുകളുടെ ഒരു കോംബോയൊക്കെ അവൈലബിൾ ആണ്. അപ്പം അതിൽ ഇഷ്ടമുള്ളവർക്ക് മേടിക്കാം. ന്യൂഡ് ടൈപ്പ് വാങ്ങിക്കണം എന്നുള്ളവർക്ക് അത് വാങ്ങിക്കാം, ഇത് വാങ്ങിക്കണം എന്നുള്ളവർക്ക് ഇത് വാങ്ങിക്കാം. അപ്പം ഇതിൽ ഓരോ ഷെയ്ഡും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻസ് കാണിച്ചു തരാം കേട്ടോ. റെഡ് കളർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു കളറാണ് വരുന്നത്. നല്ല ബ്രൈറ്റ് കളേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്കാണ് യൂസ് ചെയ്യാം. ലൈറ്റ് റെഡ് വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് കുറച്ചൊരു ഇത്തിരി എടുത്തിട്ട് ജസ്റ്റ് പാക്ക് ചെയ്താൽ മതിയാവും. ഇത് നമ്മൾ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോഴേക്കും ഇത്രയും ബ്രൈറ്റ്നെസ് വരുന്നുണ്ട്. അപ്പം കളർ കുറവ് മതി എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കളർ വരും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഷെയ്ഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നമ്പർ 2 ഷെയ്ഡാണ്. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്തത് നമ്പർ 1 ഷെയ്ഡാണ് റെഡ്. നമ്പർ 2 ഷെയ്ഡ് നമുക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ നോക്കാം. സെക്കൻഡ് വൺ നമ്മൾ ട്രൈ ചെയ്ത് നമ്പർ 2 ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് വരുന്നത്. എനിക്ക് ഈ കോംബോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതായാലും ഞാൻ പറഞ്ഞ പോലെ നല്ല പിഗ്മെൻറ്റഡ് ആണ്. പിന്നെ ബാക്കിയുള്ള കളേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ബ്രൈറ്റ്നെസ് കുറവ് തോന്നിക്കുന്ന ഒരു ഷെയ്ഡ് ഇത് മാത്രമാണ് കേട്ടോ ഈ 3 പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് മെറൂൺ കളറാണ്. ഇത് ഷെയ്ഡ് നമ്പർ 3 ആണ്. ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളറാണ് വരുന്നത്. നമുക്ക് ഇനി 3rd ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷെയ്ഡ്, ഒരു ഡാർക്ക് മെറൂൺ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ 3 ലിപ്സ്റ്റിക്സാണ് ഞാൻ മാസിൻ്റെ കോംബോ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള 5 പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ പ്രൊഡക്ട്സ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പർപ്പിളിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ.